ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് പലർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ പാരൻറ്റിങ് കാരണം നമ്മൾ കുറേ സോഷ്യൽ കണ്ടീഷനിങ്ങിന് നമ്മൾ എന്താ പറയണ്ടേ സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ എൽഡേഴ്സിനോട് ബഹുമാനത്തോടെ നിൽക്കണം, അവരെന്ത് പറഞ്ഞാലും അതിങ്ങനെ മിണ്ടാണ്ട് കേട്ടോണ്ട് നിൽക്കണം, അതിന് തിരിച്ച് മറുത്തൊന്നും പറയരുത്, അവരെത്ര നമ്മളുടെ അടുത്ത് മോശമായിട്ട് കാണിച്ചാലും നമ്മളതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് മിണ്ടാണ്ട് നിൽക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പാരൻറ്റിങ് സ്റ്റൈൽസ്. അപ്പോൾ ഗ്രോയിങ് അപ്പ് ഞാനിതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നാട്ടിലെന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഈവൻ ഇഫ് നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഈവൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിലും പോലും കുറേയൊക്കെ നമ്മളുടെ ആ പാരൻറ്റിങ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരൊരു സ്നേഹത്തിൻ്റെ രീതിയിലായിരിക്കാം നമ്മളോട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ നമ്മളോട് അങ്ങനെ സംസാരിക്കുക, ഇല്ലാത്തതും ഉണ്ട്. പക്ഷെ നമ്മൾ യൂറോപ്പ് പോലുള്ള കൺട്രിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളാരും ഒരു വയസ്സായൊരു മനുഷ്യനെ കയറിയിട്ട് അങ്കിൾന്നോ ആൻറ്റീന്നോ അല്ലെങ്കിൽ അപ്പൂപ്പാന്നോ അമ്മൂമ്മേന്നോ ഒന്നും വിളിക്കുന്നില്ല. കാരണം എന്താണ്, ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. നിങ്ങളാരെയും ഏജിസം കാണിച്ച് അവരെ ഏജിൻ്റെ പേരിൽ അഡ്രസ്സ് ചെയ്യരുത് എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ആരെയും ആൻറ്റി അങ്കിൾ എന്നൊന്നും വിളിക്കാത്തത്. നിങ്ങളതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളെക്കാട്ടിലും മുതിർന്ന ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിളിക്കാറില്ല. വാട്ട് ഇറ്റ് ഓൾസോ പ്രൂവ്സ് ഇസ് ദാറ്റ് we don't have to be kind and respect just because they are old or elder to us. അതിൻ്റെ വളരെയധികം എക്സാമ്പിൾസ് എനിക്കിവിടെ വന്നപ്പോഴത്തേക്കും മനസ്സിലായി. കാരണം നമ്മളെക്കാട്ടിലും മുതിർന്ന ഒരാൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ബിഹേവിയർ, ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ എക്സിബിറ്റ് ചെയ്താലും നമ്മളത് പഞ്ചപുച്ഛം അടക്കി അത് കേട്ടോണ്ട് നിൽക്കണം അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്നത് ഇവിടുത്തെ സൊസൈറ്റിയിൽ നമുക്കൊരിക്കലും അത് നമ്മളാരും അത് വെച്ചിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ പോകുന്നില്ല. ഓ, നീ നല്ലൊരു വ്യക്തിയാണ്, നീ ഇത്രയും അവർ പറഞ്ഞത് കേട്ടോണ്ട് നിന്നു, നിനക്ക് വളരെ ബഹുമാനമുണ്ട്, അങ്ങനെ ആരും നിങ്ങളെ നോക്കാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. ഇൻഫാക്റ്റ് ഇവിടുത്തെ ഒരു സൊസൈറ്റിയിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർഹതയില്ലാത്തവർക്ക് നമ്മൾ കൈൻഡ്നെസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് നമ്മൾ വിനയം കാണിക്കുമ്പോൾ അത് നമ്മളെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് ഇവർ കാണുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നും ബാക്കി പല ഇന്ത്യൻസ് കാണിക്കുന്ന അവർ പോകുന്ന അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, കൈൻഡ്നെസ് ഇസ് സീൻ ആസ് വീക്ക്നെസ് ആൻഡ് ദാറ്റ് ടു അമംഗ് പീപ്പിൾ ഹു ആർ ഹാവിങ് എ ചീപ്പ് മെൻറ്റാലിറ്റി. അപ്പോൾ കൈൻഡ്നെസ് ഇസ് ഏൺഡ് ജസ്റ്റ് ലൈക്ക് റെസ്പെക്റ്റ്. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഇന്ന് പറയാൻ തോന്നിയത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇന്ത്യൻസ് അവെയറായിരിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തിന്.